Good evening, everyone. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഏകദേശം ഒരു 20-25 എത്തിക്കഴിഞ്ഞു. പിന്നെ ആരുടെയെങ്കിലും മൈക്ക് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തോളൂ. മൈക്ക് ഓണിൽ നിന്ന് ഓഫ് ചെയ്ത് വെച്ചോളൂ. കാരണം ജാം നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോഴും നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ്. കുറച്ചും കൂടി ഏകദേശം ആളായി കഴിഞ്ഞു. അപ്പോൾ പരമാവധി ഷാർപ്പ് ടൈം തന്നെ എല്ലാവരും ഒന്ന് ക്ലാസ്സിന് വരുന്നവരെന്തായാലും ലൈവായിട്ട് എല്ലാവരും വരാൻ ശ്രമിക്കുക. എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ലൈവ് വരാൻ കഴിയാത്തവർക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ് ലിങ്കും അയക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഒന്ന് അറിയിക്കാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ പരമാവധി ഷാർപ്പ് ടൈം തന്നെ പാലിക്കട്ടോ. ക്ലാസ്സിന് വരുമ്പോൾ ഷാർപ്പ് ടൈം തന്നെ പാലിക്കുക. So in the last class we discussed about how to introduce yourself in a classroom or in an office or when you go for an interview. It's very important that you make or you do self introduction. Okay, you have to introduce yourself in front of a body of members, in front of body of teachers, or even in front of a person. That may be principal or the head of the institution. So how can we perform or how can we do our self-introduction in a perfect way? That we are discussing, that we discussed in the last class. So actually I told you how to do self-introduction. First of all, you have to say who you are. That means your name. Secondly, you can say that where are you from? The place that you are, you were born and brought up. Okay, and after that, you have to give some information about your family. Your parents. First of all, your parents, mainly your father and his job, and your mother and her job. Okay, so then you say something about your family status, your husband and your children. Okay, then you can say what is your ambition or the life career that you are going to select. Okay, then say something about how to spend your free time. How do you spend your free time? So you have to give some information about it. So this is all about self-introduction. Now I think you have got a clear idea about what I'm saying. Okay, അപ്പോൾ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ക്ലാസ് റൂമുകളിൽ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, ഓഫീസുകളിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ആ ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മളെ തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അതിനുവേണ്ട ചില ടിപ്സുകൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ പറയേണ്ടത് നമ്മുടെ പേര്, നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ ജനിച്ചതും വളർന്നതുമായ സ്ഥലം പറയാൻ കഴിയുമെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അതും പറയാം. രണ്ടുകൂടി പറയേണ്ടത് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നീട് നമ്മളെ പാരൻസിനെ കുറിച്ച്, അച്ഛൻ്റെ നെയിം ഓഫ് ഫാദർ, അച്ഛൻ്റെ പേര് പറയാം, അദ്ദേഹത്തിൻ്റെ വർക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ ജോബ് പറയാം. ആൻഡ് നമ്മുടെ മമ്മയുടെ പേര് പറയാം. ഷീസ് ഡൊമസ്റ്റിക് എൻജിനീയർ. സാധാരണ മിക്ക നമ്മളെ ഉമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഈ വീട്ടിലെ ജോലി ചെയ്യുന്നവരായിരിക്കും. ആക്ച്വലി ഒരു ഹൗസ് വൈഫിൻ്റെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞതിന് പകരം കുറച്ചും കൂടി ഒരു ചേഞ്ച് ഉള്ള രീതിയിൽ നമ്മൾ ഒരു മോഡേൺ യൂസേജ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് എൻജിനീയർ എന്ന പ്രയോഗം യൂസ് ചെയ്യാം. പിന്നീട് നമ്മളെ ഫാമിലിയെ കുറിച്ച് പറയാം, യുവർ ഹസ്ബൻഡ്, ചിൽഡ്രൻ ഒക്കെ, അവരെ കുറിച്ചൊക്കെ ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നീട് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു, ലാസ്റ്റ് നിങ്ങളെ ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അതും കൂടി കൊടുക്കുന്നതോട് കൂടിയിട്ട് ഒരു മിനിമം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, യു ഗോട്ട് മൈ ഐഡിയ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ദെൻ അതാണ് നമുക്ക്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവസരം തരികയാണ്. പക്ഷേ ഇന്ന് ക്ലാസ് റൂമിൽ ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നാണവും
കുറവൊക്കെ ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ തന്നെ ക്ലാസ് റൂമിൽ നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ തന്നെ ആക്റ്റീവായിട്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും നമ്മൾ പറയുമ്പോൾ. ഇപ്പോൾ പറയുമ്പോൾ ചെറിയൊരു മടിയും കുറവും നാണൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പോൾ വേണ്ട. നിങ്ങൾക്കൊരു ഓഡിയോ, നിങ്ങൾക്കൊരു ഒരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്കൊരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. നല്ല രീതിയിൽ ഒരു 4-5 ഒക്കെ റെക്കോർഡ് ചെയ്യുക നമ്മുടെ ഓഡിയോ റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ട്. എല്ലാ മൊബൈലിലും ഓഡിയോ റെക്കോർഡർ ഉണ്ടല്ലോ അല്ലേ, വോയിസ് റെക്കോർഡർ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്ത ശേഷം ഏറ്റവും നന്നായ ഫയൽ മാത്രം എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ. ദിവസമുണ്ട് അടുത്ത ഒരു ചൊവ്വാഴ്ച, അടുത്ത കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മൺഡേയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ ഉണ്ടാവുക. ഞാൻ ദിവസം അറിയിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഈ വർക്ക് എല്ലാവരും ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ ചെയ്താൽ അത് കുറവാകുമോ, സാറെന്താവും തോന്നുക, എൻ്റെ ഇംഗ്ലീഷ് പിന്നെ അത്ര അടിപൊളിയല്ലല്ലോ. ഇവിടുത്തെ ആരും ഇംഗ്ലീഷ് അടിപൊളിയല്ല. ഇംഗ്ലീഷ് അടിപൊളി ആവണമെങ്കിൽ സാഹിബിനെയോ മദാമിനെയോ കൊണ്ടുവരണം. അപ്പോൾ നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ഗൗരവമായിട്ട് ചെയ്യുക. കാരണം ഒരു ആവുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് അതാവട്ടെ അല്ലേ. ഫസ്റ്റ് പിന്നെ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അതായത് നമ്മൾ എന്തൊരു കാര്യവും തുടങ്ങുമ്പോൾ നന്നായി തുടങ്ങി കഴിഞ്ഞാൽ പകുതി വിജയിച്ചു. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൻ്റെ പകുതി വിജയം ഈ ഒരു വീക്കിൽ തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ധൃതി പിടിച്ചുകാണ്ട് പിന്നെ പാനിക്കായിക്കാണ്ട് ഇപ്പം തന്നെ ഉറക്കൊഴിച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നാളെയും മറ്റന്നാളൊക്കെ സമയമുണ്ട്. നാളെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന്, നാളെ സൺഡേ ആണല്ലോ അല്ലേ, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ടൊക്കെ മതി കേട്ടോ. ധൃതി പിടിച്ചൊന്നും വേണ്ട. എന്ത് കാര്യങ്ങളും നല്ല ഫ്രീ മൈൻഡോട് കൂടി ചെയ്യുള്ളൂ. അല്ലാതെ ഈ പാനിക്കായിക്കാണ്ടും ധൃതി പിടിച്ചുകാണ്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അത് ഗുണം ചെയ്യൂല. ഓക്കെ. സോ നൗ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ the second part of our communicative English. So I am going to teach you situations that we are going to express our idea into English. We have a lot of situations that we have to come across in our life. We have to face in our life. So to just overcome these situations, we must know what to speak on such and such situations. നമ്മൾ ഇന്നിന്ന അവസരങ്ങൾ വരുമ്പോഴൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയണം. ഇംഗ്ലീഷ് പറയാൻ കഴിയണം ആണ് സിറ്റുവേഷൻ. ഇപ്പോൾ ഞാൻ പറയാം, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ അടുത്ത് കാണുന്ന ഒരാളോട് ചോദിക്കുക. അതുപോലെ ടിക്കറ്റ് കൗണ്ടർ പോയിട്ട് നമ്മൾ പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമുക്ക് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്ന കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അവിടെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൺവെർസേഷൻ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം, അത് വേറെ സിറ്റുവേഷനാണ്. ഇങ്ങനെ ലൈഫിൽ ഒട്ടേറെ സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത്തരം സിറ്റുവേഷനുകളിൽ നമ്മൾ എന്താണ് പറയേണ്ടത്, എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഞാനിപ്പോൾ ഇന്ന് തുടക്കം കൊടുക്കാൻ പോകേണ്ടത് കേട്ടോ. ഒരുപാട് സിറ്റുവേഷൻസ് എടുക്കാൻ കഴിയില്ല, കാരണം അതിന് 6 മാസം 8 മാസം സമയം വരും. നമ്മളെ കോഴ്സ് തന്നെ ആകെ ഒരു 8 or 9 മന്ത്സേ നമുക്ക് പോർഷൻ തീർക്കാൻ സമയം കിട്ടുള്ളൂ. പിന്നെ എക്സാം വരും, പിന്നെ ടീച്ചിങ് പ്രാക്ടീസൊക്കെ ആയിട്ട് പിന്നീട് തിരക്കുകളായിരിക്കും. ഓക്കെ. അപ്പോൾ എന്നാലും നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടീച്ചറായിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് എൻറോൾ ചെയ്യപ്പെടുമ്പോൾ ഓഫീസിൽ, ക്ലാസ് റൂമിൽ, സ്റ്റാഫ് റൂമിൽ, ടു ദ പാരൻസ് ഓഫ് യുവർ ചിൽഡ്രൻ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരൻസ്, അവരോടൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഉദാഹരണ സഹിതം വിശദീകരിക്കുന്ന, അതിന് വേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് അവസാനമുണ്ട്. ഒരു വലിയ ഭാഗം തന്നെയാണ്, ഒരു 10-18 പേജോളം വരുന്നുണ്ട് ആ ഭാഗം. അതിൽ പറയുന്നുണ്ട് നമ്മൾ പ്രസൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പ്രസൻറ്റ് എടുക്കുന്ന, അത് കുട്ടികളെ ഹാജരെടുക്കുന്ന ഒരു ടീച്ചർക്ക് കുട്ടികളുമായിട്ട് ആശയവിനിമയം ചെയ്യാൻ എന്തെല്ലാം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഏതൊക്കെ ഇംഗ്ലീഷ് വാക്യങ്ങൾ അവർ പഠിക്കണം,
അതുപോലെ തന്നെ ഒരു കുട്ടി നേരം വൈകി വരികയാണെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ക്ലാസ് റൂമിൽ മാക്സിമം കേട്ടോ, നമ്മൾ ഒരു ഗവേഷണ രീതിയിൽ തയ്യാറാക്കിയ പുസ്തകമാണത്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ഫേസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ടു എർ ഈസ് ഹ്യൂമൻ അല്ലേ. തെറ്റ് വരിക എന്നുള്ളത് മനുഷ്യ സഹജമാണ്, കുറവുകൾ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ ബുക്ക് തയ്യാറാക്കുമ്പോൾ ഞങ്ങളൊക്കെ മനുഷ്യന്മാർ പെട്ടവരായതുകൊണ്ട് തന്നെ കുറവുകളും ന്യൂനതകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഇതിൻ്റെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്ത് അത്തരം കാര്യങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് ഓഫ് ഓൾ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു greet others. So greetings in English very very important. ഓക്കെ, എന്താ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അഭിവാദ്യം ചെയ്യുക. അഭിവാദ്യം ചെയ്യുന്നതിന് പല സ്റ്റൈലുകളും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു മീറ്റ് സംബഡി ഇൻ ദ മോർണിംഗ് ഓർ ഇൻ ദ ആഫ്റ്റർനൂൺ ഓർ ഇൻ ദ ഈവനിങ്, യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ്, നോട്ട് സേ ഗുഡ് നൈറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ രാവിലെ ഒരാളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും. അത് നമുക്കൊരു 11:30-12 മണി വരെയൊക്കെ പറയാം. പിന്നെ ആളെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 12:05 ശേഷമൊക്കെ ആളെ കാണുന്നെങ്കിൽ നമ്മൾക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. നമ്മൾ കാണുന്നത് ഒരു 4 മണിക്ക് ശേഷമാണെങ്കിൽ രാത്രി എപ്പോഴായാലും നമുക്ക് അയാളെ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അയാളെ അഭിസംബോധന ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മളൊരാളെ രാത്രി മീറ്റ് ചെയ്യുമ്പോൾ പകല് ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഗുഡ് ഈവനിങ്, അപ്പോൾ രാത്രി ഗുഡ് നൈറ്റ് എന്ന ഓർമ്മയിൽ നമ്മൾ ആളെ മീറ്റ് ചെയ്യുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയരുത്. ഗുഡ് നൈറ്റ് നോർമലി നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ, രാത്രി ഒരാളെ ലീവ് ചെയ്ത് കണ്ട് ഒരാളടുത്ത് നമ്മൾ സംസാരം നിർത്തി പോരുമ്പോൾ പറയേണ്ടുന്ന ഫോമാണ് ഗുഡ് നൈറ്റ്. ഓക്കെ, ഈ ഫോമുകളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഗ്രീറ്റിംഗ്സ്. So, meeting a person, when you meet a person in the morning, or you can say good morning. എൻ്റെ സ്റ്റൈല് ഗുഡ് മോർണിംഗ് എന്നല്ല, ഈ എഴുതിയ അക്ഷരങ്ങൾ അതുപോലെ വായിക്കുന്നുള്ളത് മലയാളത്തിന് അത് വേണം. കാരണം എഴുതിയത് അതുപോലെ തന്നെ വായിക്കണം അല്ലേ. ചില അധ്യാപകരൊക്കെ, ഹിന്ദി പഠിപ്പിക്കേണ്ട അധ്യാപകർ ഈ മലയാളത്തിൽ കട്ടിയുള്ള ഭ ഉണ്ട്. അപ്പോൾ ഈ ഭ എന്ന് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഭാ കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ ക്ലാസ് റൂമിൽ മുമ്പിലിരിക്കുന്ന പിള്ളേരെ കാര്യം കഷ്ടകാലമാണ്. കാരണം സാറിൻ്റെ വായിലുള്ളത് കംപ്ലീറ്റ് പിള്ളേർ ദേഹത്തായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഈ വെറ്റില മുറുക്കണ സ്വഭാവമുണ്ട്. ഹിന്ദി പഠിപ്പിച്ചിരുന്ന കുറേ കാലം മുമ്പുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ള കവിതയിൽ ഒരു വരി ഭവ്യ ഭാവ് ഭോഷൺ ഭണ്ഡാർ എന്നൊരു വരിയായിരുന്നു. അപ്പോൾ ഈ 4 ബായും ആരംഭിക്കേണ്ട കട്ടി കൂടിയ ഭരണി ബാ ആണ്. ഞാൻ പിന്നെ മൂപ്പര് പലപ്പോഴും എന്നെ ഹിന്ദി പീരീഡിന് എന്നെ സെക്കൻഡ് ബെഞ്ച് കൊണ്ടുപോയിരുന്നു. ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരിക്കൽ. ഞാൻ മൂപ്പര് കാണാതെ ബാക്ക് ബെഞ്ചിൽ പോരാൻ വേണ്ടി നോക്കും. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ മുറുക്കലും കൂടി ആകുമ്പോഴേ നമ്മൾ യൂണിഫോമൊക്കെ മിക്കവാറും എംബ്രോയിഡറി കഴിഞ്ഞ മാതിരിക്കാണ് ഈ കാര്യം. അറിയാലോ അല്ലേ, അതുണ്ടാവും, സ്വാഭാവികമാണ്. മലയാളം അങ്ങനെയാണ്. മലയാളത്തിൽ നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ സ്ഫുടം, നമ്മുടെ സമദാനി സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഫോടം ചെയ്തെടുത്ത പോലെ വാക്കുകൾ ഉച്ചരിക്കണം എന്നാണ് പറയുക. ഓക്കെ, സ്ഫോടം എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു കട്ടികൂടിയ വാക്കാണ്. ഈ സ്വർണം ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന ഒരു മലയാള പേരാണ് സ്ഫോടം. ഓക്കെ, സ്ഫുടം എന്നും പറയാറുണ്ട്. സ്ഫുടം എന്ന് പറഞ്ഞ വാക്കുകളാണ്. സ്ഫുടം നല്ല പരിഷ്കൃതമായ വാക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ കറക്റ്റ് വേണം. ബട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാലോ, എഴുതിയ പല വാക്കുകളും അതുപോലെ വായിക്കൂല. അപ്പോൾ നമുക്കെന്തായാലും ഈ ഫോണറ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബട്ട് നോട്ട് ദിസ് ടൈം. ആഫ്റ്റർ വെൻ യു കംപ്ലീറ്റ് ദിസ് കോഴ്സ്, ഇഫ് യു ഗെറ്റ് ടൈം, you can expect a class from myself that teaches you about English phonetics, RPA, monophthongs, diphthongs, blah 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 blah. Okay, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സ്ട്രെസ് പാറ്റേൺ, റൈസിങ് ടോൺ, ഫോളിങ് ടോൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും.
ഓക്കെ. അപ്പോൾ അത് അറിയൽ ഒരു ടീച്ചറെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഒരു സാധാരണക്കാരനായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ച് സായിപ്പിൻ്റെ പോലെ ഒന്നും സംസാരിക്കാൻ കഴിയണം എന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ടീച്ചർക്ക് അങ്ങനെയല്ല. ഇതിൽ നിന്ന് നാളെ തന്നെ സായിപ്പാവാൻ വേണ്ടി പിന്നെ ഒരുങ്ങൊന്നും വേണ്ട, മദാമാവാൻ വേണ്ടി ഒരുങ്ങൊന്നും വേണ്ട. മദാമൻ്റെ സംസാരം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് ഉണ്ടാവണം നല്ലതാണ്. കാരണം ഒരു ടീച്ചറുടെ ക്വാളിറ്റി, ഇന്ന് മാനേജ്മെൻ്റ് ആവട്ടെ, പാരൻസ് ആവട്ടെ, ഒരു ടീച്ചറുടെ ക്വാളിറ്റി മെഷർ ചെയ്യുമ്പോൾ അവരുടെ പ്രൊണൗൺസിയേഷൻ, ആക്സെൻറ്റ് നോക്കാറുണ്ട്. അതിന് ടിപ്സുകൾ കുറേ ഉണ്ട്. ആ ടിപ്സുകൾ ഫോളോ ചെയ്ത് കണ്ട് ലൈഫിൽ വിജയം കണ്ടെത്തിയ ഒട്ടേറെ കൂട്ടുകാരികളുണ്ട്. സോ അത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻ ഡ്യൂ കോഴ്സ്. കാലക്രമേണ നമുക്ക് സമയം വരുമ്പോൾ ചർച്ച ചെയ്യാം. നൗ when you meet somebody in the morning or in the afternoon, you can start conversation dialogue with that person by saying or by greeting him or her. അവനെയോ മീറ്റ് ചെയ്തുകൊണ്ട് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംഭാഷണം ആരംഭിക്കാം. ഓക്കെ. സോ ആഫ്റ്റർ സേയിങ് ഗുഡ് മോർണിംഗ്, അപ്പോൾ നമ്മളെ അടുത്തൊരാൾ ഗുഡ് മോർണിംഗ് പറയുകയാണ്, നമുക്ക് തിരിച്ചും പറയാം ഗുഡ് മോർണിംഗ് ടു യു. നമുക്കും തിരിച്ച് പറയാം ഗുഡ് മോർണിംഗ് ടു യു, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ടു യു. ഇനി കുറേ ആൾക്കാർ ഗുഡ് മോർണിംഗ് പറയാണ് ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ആ കേസിലൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്നാൽ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ അയാളൊന്ന് ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഉച്ചയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ പറയാതെ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറന്നു കണ്ടേറ്റ് അയാൾ രാവിലെ കാണാതെ അയാളെ ഉച്ചയ്ക്ക് ശേഷം കണ്ട ശേഷം നിങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവനെ തെറ്റിപ്പോയല്ലോ, ഇനിയിപ്പോൾ സൂര്യനെ തിരിച്ചു വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള പ്രശ്നം വരണ്ട കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് അതൊരു ശരിക്കും പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറഞ്ഞ കാര്യം ഉർവശി ശാപം ഉപകാരപ്രദം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഓക്കെ. പക്ഷേ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഗുഡ് നൈറ്റ് വെച്ചുകൊണ്ട് ആരംഭിക്കരുത്, അത് ശ്രദ്ധിക്കണം. അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിലൊന്നും പറയുന്നില്ല, ഞാൻ ന്യായം കണ്ടത് നോക്കണ്ട. ഓക്കെ. സോ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ. ആൻഡ് സെക്കൻഡ് സിറ്റുവേഷൻ, ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്കറിയാം ഒരാളെ ഗ്രീറ്റ് ചെയ്യാം. ആൻഡ് സെക്കൻഡ്ലി വി ആസ്ക് സംതിങ് അബൌട്ട് ഹിസ് മെൻ്റൽ സ്റ്റാറ്റസ്. മാനസിക രോഗിയാക്കി മാറ്റിയതല്ല കേട്ടോ, നിങ്ങളും മെൻ്റലാക്കണോ എന്ന് കരുതണ്ട, അതല്ല ഉദ്ദേശിക്കുന്നത്. റിയലി നമ്മൾ ഒരാൾക്ക് ആ ദിവസം എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഹൗ ഡു യു ഡു ഓർ ഹൗ ആർ യു. എഴുതിയ പോലെ വായിക്കുമ്പോൾ ഹൗ ആർ യു, നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ട് എഴുതിയ പോലെ വായിക്കുന്നതാണ് അടിപൊളി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് എഴുതിക്കാണ്ട് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാൻ നിൽക്കണ്ട. ഹൗ യു അത് മതി. ഹൗ യു നമ്മൾ നോർമലി ഒരാളെ, അത് ഫ്രണ്ട് ആണെങ്കിലും ഫ്രണ്ട് അല്ലെങ്കിലും സ്ട്രേഞ്ചർ ആണെങ്കിലും അല്ലെങ്കിലും അന്ന് അയാൾ ആദ്യമായിട്ട് മീറ്റ് അങ്ങനെ അല്ലെങ്കിലും നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ചോദിക്കാം ഹൗ യു. അപ്പോൾ തീർച്ചയായും അയാൾക്ക് പറയാം ഐ ആം ഫൈൻ എന്നുള്ളത് പലപ്പോഴും ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലേക്ക് പറയുമ്പോൾ ഐ ആം ഫൈൻ താങ്ക് യു. ഓക്കെ, ഐ ആം ഫൈൻ താങ്ക് യു. ഇനി തിരിച്ച് നമ്മളെടുത്ത് ഒരാൾ ചോദിച്ചു ഹൗ ആർ യു, അപ്പോൾ നമ്മൾ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞു. തിരിച്ച് നമ്മളും അയാളുടെ സുഖവിവരം ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ആൻഡ് ഹൗ ആർ യുവിന് പകരം ആൻഡ് യു എങ്ങനെ പറയാം? ഐ ആം ഫൈൻ താങ്ക് യു ആൻഡ് യു ഓർ വാട്ട് അബൌട്ട് യു അങ്ങനെയും ചോദിക്കാം. വാട്ട് അബൌട്ട് യു, നിങ്ങളുടെ കാര്യമോ സുഖമാണോ, ഇന്നെങ്ങനെ ഉണ്ട്, എന്തെങ്കിലും അലമ്പുണ്ടായോ? ഓക്കെ. അപ്പോൾ അയാൾക്ക് പറയാം ഐ ആം ഫൈൻ ആസ് വെൽ, അങ്ങനെ. അപ്പോൾ രണ്ടാമത് എനിക്ക് സുഖമാണ്, ഞാൻ ഇന്ന് നന്നായി ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ ആം ഫൈൻ ആസ് വെൽ. ഓക്കെ, ആ സ്റ്റൈൽ തന്നെ പറഞ്ഞ് പഠിക്കാം. ഐ ആം ഫൈൻ ആസ് വെൽ, എനിക്ക് സുഖമാണ്. ഇനി ചില ഇംഗ്ലീഷുകാർ ഐ ആം ഗുഡ് എന്ന് പറയാറുണ്ട്, കുഴപ്പമില്ല. ഐ ആം ഗുഡ് ടു എന്ന് പറയാറുണ്ട്. അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സായിപ്പ് അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കി തന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. മനസ്സിലായല്ലോ? സോ ആസ്കിങ് അബൌട്ട്
his mental state or how he is feeling that time is very, very important situation when you start speaking with somebody. നിങ്ങളൊരാളുമായിട്ട് സംസാരം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് അയാളുടെ മനോവ്യാപാരം, അയാൾ അന്ന് ആ സമയം അയാൾക്കിനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം? We have to know about it. So one time is very important when you just attend my class. Please keep a pen and a notepad. നോട്ട്പാഡും പേനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചോളൂ. അത് നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ദെൻ കംസ് നെക്സ്റ്റ് സിറ്റുവേഷൻ. ചിലപ്പോൾ ചില ആളുകൾ ഹൗ ഡു യു ഡു, ഈ ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് മറുപടി ആയിട്ടും ഹൗ ഡു യു ഡു എന്ന് തന്നെ ചോദിക്കലാണ് ഒരു സ്റ്റൈല് എന്നുള്ളത്. ഹൗ ഡു യു ഡു ചോദിക്കാം എന്നുള്ളതാണ്. ഐ ആം ഫൈൻ, ഹൗ ഡു യു ഡു, ഐ ആം ഫൈൻ. അല്ലാതെ കൂടാതെ ഇറ്റ് ഇസ് നൈസ് എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ്സ് നൈസ്, ഐ ആം ക്വൈറ്റ് വെൽ എന്നും പറയാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി മറ്റു സിറ്റുവേഷനുകൾക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അല്പം കോംപ്ലിക്കേഷൻസ് കടന്നു വരുന്നതാണ്. അപ്പോൾ സിറ്റുവേഷൻ നമ്മൾ 2 പ്രധാനമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ടു ഗ്രീറ്റ് സംബഡി. നമ്മൾ ആദ്യം പഠിച്ച സിറ്റുവേഷൻ ഏതായിരുന്നു? ഒരു ആളെ നമുക്കിങ്ങനെ ഗ്രീറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഇനി ഇതിന് നമുക്കിനി സെക്കൻഡ് പാർട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഉത്സവങ്ങൾക്കും സ്പെഷ്യൽ ഡേക്കും ആളെ ഗ്രീറ്റ് ചെയ്യുന്നത് വേറെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം പാടെ ഒരുമിച്ച് എടുക്കുന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് ആളുകൾക്ക് ഇത് ഓക്കെ ആയിരിക്കും, പക്ഷേ മറ്റു പലർക്കും ഇത് ചിലപ്പോൾ ഒന്നും ഓക്കെ ആയിന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം വരും. അപ്പോൾ തൽക്കാലം ഇതൊക്കെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്നവർ അല്പം ഒന്ന് സാക്രിഫൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇതുമായിട്ട് കൂടുതലൊന്നും പരിചയമില്ലാത്ത ആളുകളും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. നമുക്ക് അവരെ കൂടി കൈപ്പിടിച്ച് ഉയർത്തി നമ്മുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിന് അവർക്കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോവുക, ഒരുപാട് ഭാഗം എടുക്കാതെ എന്നുള്ളതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. എന്നാ എൻ്റെ മനസ്സിൽ നോർമലി ഒരു 100 സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷേ ഞാൻ ഇന്നൊരു 3-4 സിറ്റുവേഷനെ മാക്സിമം എടുക്കുകയുള്ളൂ. ഓക്കെ കേട്ടോ. ഇത്തരം സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും ഒക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അപ്പം പലപ്പോഴും നിങ്ങൾ വിചാരിക്കണം എന്താ വെച്ചാൽ, ആദ്യം നമ്മളൊരു കുഴപ്പമെന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ചില പ്രിജുഡീസ് ഉണ്ടാവും, ചില മുൻവിധികൾ. എന്നെക്കൊണ്ട് ഇത് പറ്റൂല, ഞാൻ ശ്രമിച്ചാൽ നടക്കൂല. അത് ആ ഒരു തോട്ട് നിങ്ങളെ മനസ്സിലുള്ളിടത്തോളം കാലം ഒരു സാറിനും നിങ്ങളെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയൂല. ഓക്കെ, സാറന്മാരും അവിടെ നിസ്സഹായരാണ്. മനസ്സിലായല്ലോ? ആ ഒരു ധാരണ മാറണം. ഇതൊക്കെ കഴിയുന്ന കാര്യമാണ്, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ ഈ ധാരണയുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പരുന്തും കുഞ്ഞിന് പറ്റിയ അമളി നിങ്ങൾക്കും പറ്റും. എന്താ ഈ പരുന്തും കുഞ്ഞിന് പറ്റിയ അമളി? ഒരിക്കൽ ഒരു കോഴി പരുന്തിൻ്റെ കൂട്ട് കയറി, അല്ലെങ്കിൽ പരുന്തിൻ്റെ പിന്നെ ആ ഒരു കുടിൽ മരക്കൊമ്പത്തായിരിക്കും, അവിടെ കയറി പറ്റി അവിടുന്ന് ഒരു പരുന്തിൻ മുട്ട അടിച്ചു മാറ്റി. എന്നിട്ട് കോഴി തൻ്റെ കൂട്ടിൽ കൊടുന്ന് വെച്ചുകൊണ്ട് തൻ്റെ മുട്ടയുടെ കൂടെ ആ പരുന്തിൻ മുട്ടക്കും അടയിരുന്നു. സംഭവിച്ചെന്താണ്? ആ മുട്ട വിരിഞ്ഞു, മറ്റു കോഴിമുട്ടകളും വിരിഞ്ഞു. കോഴിമുട്ടകൾ വിരിഞ്ഞുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി. പരുന്തിന് മുട്ട വിരിഞ്ഞുകൊണ്ട് പരുന്തും കുഞ്ഞുണ്ടായത്. ഈ പരുന്തും കുഞ്ഞ് അമ്മയായ കോഴിയുടെ തണലിൽ അങ്ങനെ വളർന്നു. കുറേ വളർന്ന് ഒരു ഏകദേശം പിന്നെ അതിന് ചിറകുകളൊക്കെ പൂർണ്ണ വളർച്ചയായപ്പോൾ അതിന് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അമ്മയായ തള്ളക്കോഴിയോട് ഈ പരുന്തും ചോദിച്ചു, എന്താ അമ്മേ, എൻ്റെ അതേ ശരീരപ്രകൃതിയും എൻ്റെ ചിറകുകളുമുള്ള കുറേ പക്ഷികൾ ആകാശത്ത് റോന്ത് ചുറ്റുന്നുണ്ടല്ലോ, പറക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ അങ്ങനെ കഴിയാത്തത്? അപ്പോൾ ഈ അമ്മക്കോഴി പറഞ്ഞ മറുപടി ഉണ്ട്. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. ഒരാൾ വളർന്നു വരുന്ന ചുറ്റുപാട്, അയാളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾ, അതൊക്കെയാണ് അയാളുടെ ഫ്യൂച്ചറിന് തീരുമാനിക്കേണ്ടത്.
നിനക്ക് പറക്കാൻ കഴിയും എന്നൊരു വിചാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം നിൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ നീ ഒന്നും പറക്കേണ്ടവനായിരുന്നു. പക്ഷേ നീ എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെയാണ് നീ വളർന്നത്. അവർക്കങ്ങനെ ഹൈറ്റ്സിലേക്കൊന്നും പറക്കാൻ കഴിയൂല. ചെറിയ ദൂരങ്ങൾ ചിലപ്പോൾ ഒന്ന് ചാടാനേ കഴിയുള്ളൂ. അപ്പം പറന്നുകൊണ്ട് തന്നെ ചാടാനേ കഴിയുള്ളൂ. കാരണം അവർക്ക് അവരുടെ ബോഡിയെ താങ്ങാനുള്ള അത്രയൊരു കപ്പാസിറ്റി അവരുടെ ചിറകൾക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായത് എന്താണ്? നമ്മളെ ലൈഫിൽ, നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ തന്നെയാണ് നമ്മളെ എപ്പോഴും നിയന്ത്രിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഏർലി മോർണിംഗിന് എഴുന്നേറ്റിട്ട് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ മറ്റാരും കേൾക്കാതെ ഏർലി മോർണിംഗിന് എഴുന്നേക്കാം. ഒരു 5 മണിക്ക് എഴുന്നേക്കുമല്ലോ അല്ലേ? 5 മണിക്ക് എഴുന്നേറ്റിട്ട് ശേഷം എന്നിട്ട് ഉടനെ ഇരുന്നിട്ട് പറയാം, മലയാളത്തിൽ പറയാം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് പഠിച്ച് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഇത് വേറൊരു കേൾക്കണ്ട. കാരണം ഒറ്റ സംസാരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരും കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അവരെ അഭിപ്രായത്തിൽ അത് വേറെ രോഗമാണ്. നാളെ തന്നെ പണിക്കന്മാരെടുത്തും മൂല്യന്മാരെടുത്തും കൊണ്ടുപോകും. വഴിയൊന്നും നിൽക്കണ്ട. അപ്പോൾ പതുക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ രാവിലെ തന്നെ പറയുമ്പോൾ രാവിലെ നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഫ്രീ ആണ്, ഫ്രഷാണ്. എന്തെങ്കിലും അതിലേക്ക് കയറി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഈ കോൺഫിഡൻസ് ലെവൽ അങ്ങനെ മാറി വരും. ഇതൊരു NLPൻ്റെ ഒരു സംഭവം കൂടിയാണ്. NLPൻ്റെ ഒരു തെറാപ്പിയാണത്. NLP അറിയില്ലേ? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ഒരു തെറാപ്പി കൂടിയാണത്. അപ്പോൾ പിന്നെ അത് ഉൾക്കൊള്ളുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് NLPയിലൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ നമുക്ക് പറ്റിയ ഒരു മഹാനായ ഫാക്കൽറ്റി നമുക്ക് വരാനുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ചെയർമാൻ ഡോക്ടർ സൈനുലാബ്ദീൻ സാറാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ചൈൽഡ് സൈക്കോളജി കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം. NLPയുമായിട്ടും സൈക്കോളജിയുമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും, തെറാപ്പികൾ ഉൾപ്പെടെ. അദ്ദേഹം ഒരു മെൻ്റലിസ്റ്റ് കൂടിയാണ്, ഒരു നല്ലൊരു സൂപ്പർ മെൻ്റലിസ്റ്റാണ്. പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം മൂപ്പര് പറഞ്ഞുതരും. ഓക്കെ കേട്ടോ. അപ്പോൾ അതുകൂടി വേണമെങ്കിൽ നമുക്കതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. ക്ലാസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരാളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാവിലെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവലൊന്ന് മാറും, ആളെന്നെ മാറും, ചേഞ്ച് ചെയ്യും. ഓക്കെ, പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യൂല, ഒരു ദിവസം കൊണ്ട് ഒരിക്കലും മാറ്റം വരില്ല. ഒരുപാട് ദിവസങ്ങളെടുക്കും. മിനിമം ഒരു 40 days ഒക്കെ വേണം. 40 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം വരും. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നമ്മളായിത്തീരേണ്ടത് പോലും നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് തന്നെ വേണമെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് പറയുക സൈക്കോളജിയിലിട്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സംഭവം കഥ പറഞ്ഞു തരേണ്ട. പക്ഷെ ഇപ്പോൾ ഇനി കഥ പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിൽ കഥ മാത്രമാവും. സോ ആക്ച്വലി ടുഡേയ്സ് നമ്മൾ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് വേർഡ് പവർ കൂടി ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യെസ്റ്റർഡേ ഐ ജസ്റ്റ് പോസ്റ്റ് എ കമൻറ്റ് ഇൻ യുവർ ഗ്രൂപ്പ് അബൌട്ട് എ സ്റ്റോറീസ് നെയിം ദാറ്റ് ഈസ് 8 മക്കളും ഒരമ്മയും 8 മക്കളും. ഐ തിങ്ക് all of you can remember the post name. ഒരമ്മയും 8 മക്കളും. നമുക്കത് നോക്കാം. ഒരമ്മയും 8 മക്കളും. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഥയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കഥയായിട്ട് കഥ കേൾക്കുന്ന ലാഘവത്തിൽ അങ്ങോട്ട് വിട്ടേച്ച് പോകരുത്. ഇത് ഇംഗ്ലീഷ് എന്ന ആ ഒരു വലിയ കൊട്ടാരം നമ്മൾ പണിതുയർത്തുകയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണ്, ആ സ്റ്റോണ് നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ അത് നല്ല ഭദ്രമായിരിക്കണം അല്ലേ? അടിത്തറ ഭദ്രമല്ലെങ്കിൽ വീടെപ്പോൾ പൊളിഞ്ഞു ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് സയൻസിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. എങ്ങനെയാണ് നമ്മുടെ ഈ എർത്ത് ഉണ്ടായത്, ഭൂമി ഉണ്ടായത് അല്ലേ? ഒരുപാട് തിയറികൾ പറയുന്നുണ്ട്. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. എന്തായാലും അങ്ങനെ മഹാവിസ്ഫോടനം ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അന്ന് അത് കണ്ട ആൾക്കാർ ഇന്ന് ജീവനോടെ ഇല്ല. എന്തായാലും മഹാവിസ്ഫോടന സിദ്ധാന്ത പ്രകാരം ഒരു സ്റ്റാർ പൊട്ടിത്തെറിച്ചു. പല ഭാഗങ്ങളും പല സ്ഥലത്തും തണുത്തുറഞ്ഞു. അങ്ങനെ തണുത്തുറഞ്ഞ ഉരുണ്ടുകൂടിയ ഒരു പ്രദേശം, ഒരു ഭാഗമാണ് എർത്ത്. എർത്തിൽ ആദ്യമായിട്ട് ജലമുണ്ടായി. ജലത്തിൽ പ്രോട്ടോപ്ലാസം എന്ന പേരിൽ വിളിക്കാവുന്ന ലൈഫിൻ്റെ ആ ഒരു തേജസ്,
നമ്മൾ ഈ ജീവൻ്റെ തേജസ് അതും ഉണ്ടായി വന്നു. എന്തായാലും മനുഷ്യൻ ഈ ഭൂമിയിൽ ആദ്യമായി ഉണ്ടാവുകയാണ്. ഓക്കെ, നമ്മുടെ കഥയിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. നമ്മുടെ എല്ലാ ശാസ്ത്രീയമായ കാര്യങ്ങളെയും എന്താ പറയുക, തകിടം മറിക്കുന്ന കഥയാണ്. ഇതിൽ ശാസ്ത്രീയമായ സംഭവം തന്നെ ഇല്ല. ഓക്കെ, എവിടെയോ ഒരു സ്ത്രീ ജനിച്ചു. അതാണ് നമ്മൾ സാധാരണ പഠിച്ചേക്കേണ്ടത്. ഈ മനുഷ്യന്മാരിൽ ആദ്യമായി ജനിച്ചത് പുരുഷനാണെന്നുള്ളതാണ്. എന്നാൽ കഥയിൽ തൽക്കാലം നമുക്ക് ഇംഗ്ലീഷിൻ്റെ കഥയാണല്ലോ. അപ്പോൾ കഥയിൽ ആദ്യമായി സ്ത്രീയാണ് ജനിക്കുന്നത്. ഓക്കെ, ആ സ്ത്രീ മാത്രമേ ഉള്ളൂ ഈ അർത്ഥത്തിൽ, വേറെ ആരും ഇല്ല. വേറെ ഒരു മനുഷ്യജീവില്ല. മറ്റു ജീവജാലങ്ങൾ ഉണ്ടാവാം, ഡൈനോസേഴ്സ് ഉണ്ട്. മാത്രമല്ല എന്ത് ബോവയാണ് ആ ടൈറ്റൻ ബോവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആനയെ പോലും വിഴുങ്ങാൻ കഴിയുന്ന പെരുമ്പാമ്പുകളുണ്ട്. ആദ്യം ഉണ്ടായിരുന്നല്ലോ അവറ്റങ്ങളൊക്കെ. ടൈറ്റൻ ബോവയിൽ ഇന്ന് വരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ടൈറ്റൻ ബോവൻ്റെ നീളം പറയുന്നത് 89 ഫീറ്റാണ്. 89 അടി നീളമുണ്ടെന്നാണ് പറയേണ്ടത്. ഫോസിൽ നോക്കിയിട്ടാവും പറയുന്നത് കേട്ടോ. എനിക്കതിന് ഡീറ്റെയിൽ അറിയില്ല, ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്കത് വിടാം. സോ ഈ സ്ത്രീ ജനിച്ചു, തനിച്ചാണ്. ഏതൊരു മനുഷ്യനും ലൈഫിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദ ലൈഫ് ഓഫ് ഐസൊലേഷൻ. ഇനി ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ധരിക്കണ്ട, മനസ്സിലാക്കണ്ട. ഒറ്റപ്പെട്ട ജീവിതമാണ് ലൈഫിൽ. ഒറ്റപ്പെടലാണ് നമുക്ക് സഹിക്കാൻ പ്രയാസം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അൺസൈക്കബിൾ. നമ്മളിപ്പോൾ ഇംഗ്ലീഷും മലയാളം കൂട്ടിക്കാണ്ട് പറഞ്ഞ ആൾക്കാരാണല്ലോ. അൺസൈക്കബിൾ, സഹിക്കാൻ കഴിയാത്തത് അല്ലേ? അപ്പോൾ അങ്ങനെ എന്തായാലും ഈ സ്ത്രീ ആഗ്രഹിക്കുകയാണ്, തനിക്കൊരു കുഞ്ഞിക്കാല് വേണം അല്ലേ? ഒരു സ്ത്രീയുടെ ലൈഫ് പൂർണ്ണമാവുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതോടു കൂടിയാവാം. ഓക്കെ, അതൊരു മഹനീയമായ കർമ്മം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ സ്ത്രീ ആഗ്രഹിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പല ചോദ്യങ്ങളും ഉണ്ടാവാം. ഞാനവിടെ ഹ്യൂമൻ അനാട്ടമി ഒക്കെ മറക്കുകയാണ്. കാരണം എനിക്ക് ഇനി ശാസ്ത്രീയമായിട്ട് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ എനിക്ക് ഈശോ മിശിഹ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രോഫറ്റ് ഈസ, ജീസസ് ക്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജന്മം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? മറിയം ബീവി യേശു ക്രിസ്തു ജന്മം കൊടുത്തത് ഹ്യൂമൻ അനാട്ടമിയിലൊക്കെ അപ്പുറത്താണ്. അത് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതം കൂടിയാണ്. ഓക്കെ, അത് ഇന്നലെ അവിടെ നിൽക്കട്ടെ. സോ ഈ കുഞ്ഞങ്ങനെ ഒരു കുഞ്ഞ് ജന്മം കൊടുത്തു. അവർ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഉടനെ വലിയൊരു കർമ്മം തന്നെയാണ് പേര് എന്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി 5001 പേരുകൾ എന്ന പുസ്തകം വാങ്ങാൻ അന്ന് ബുക്ക് സ്റ്റാളില്ല. അറിയാലോ, ഈ സ്ത്രീ മാത്രം ലോകത്തുള്ളൂ. എന്തായാലും അവർ ഒരുപാട് ആലോചിച്ച് അവർ എന്തായാലും കുഞ്ഞിന് അനുയോജ്യമായൊരു പേര് കണ്ടെത്തി. ആ പേരാണ് നൗൺ, NOUN, നൗൺ. അപ്പം നിങ്ങൾക്ക് കഥൻ്റെ പോക്ക് മനസ്സിലായില്ലേ? സാറിങ്ങനെ വളച്ചുകൂട്ടി നമ്മളെ ഗ്രാമർക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇയാളാണ് ശരിയല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് മകൻ നൗൺ. ഈ നൗണ് അല്പം ദുർഭാഷയൊക്കെയുള്ള ആളാണ് കേട്ടോ. നമുക്കിനി വേറൊരു കഥ വരാനുണ്ട്, നൗൺ എന്ന ശാഠ്യക്കാരൻ. അവിടെ ദുർഭാഷയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ആ ദുർഭാഷി ഗ്രാമറിൽ തന്നെ വരുന്നുണ്ട്. നൗൺ അങ്ങനെ വളരെയാണ്. പക്ഷെ നൗണിന് ഒരു പരാതി. എന്താണ് പരാതി അല്ലേ? അപ്പോൾ നിങ്ങളെ മാരേജ് കഴിയുന്ന മുമ്പൊക്കെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അനിയത്തി വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു പ്രോബ്ലമാണ് ഈ കാരണം അവൾക്കിട്ട് കാണ്ട് 2 കൊടുത്താലേ ആ ഒരു ദിവസം ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കും നമ്മൾ. അവൾക്കിട്ട് കാണ്ട് 2 കൊടുക്കും എന്നാലേ ഒരു സമാധാനമാണ് അല്ലേ? അവളൊന്ന് കരയണം. നമ്മൾ ആ അർത്ഥത്തിൽ സാഡിസ്റ്റാണ്. ഇനി വീട്ടിൽ ഇനിയിപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയാലും 2 ദിവസമൊക്കെ അവിടെ നല്ല കമ്പനിയാണ് ഈ 3 ദിവസം തുടങ്ങും അല്ലേ? പിന്നെ റഷ്യ യുക്രൈൻ പോരാട്ടം 3 ദിവസം ആരംഭിക്കും. അവൾ കരഞ്ഞാൽ നമുക്ക് അത് ഒരു പഴയ ഓർമ്മകൾ അയവിറക്കൽ കൂടിയാണ്. ഓക്കെ, എന്തായാലും അതിലൊരു സിൻസിയറായിട്ടൊരു ബന്ധമുണ്ട് നമുക്ക് സഹോദരിയുമായിട്ട്
റിയലി. ഈ സഹോദരനുമായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ മുമ്പിലായിട്ട് വല്ലാതെ നമ്മൾ കളിക്കാൻ പോവാറില്ല. കാരണം ചിലപ്പോൾ അന്നൊക്കെ ഇങ്ങോട്ട് കിട്ടിയിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ നൗണ് അമ്മയോട് പരാതി പറഞ്ഞു, അമ്മ എനിക്ക് കൂടെ കളിക്കാൻ ഒരാൾ വേണം, അവൻ എനിക്ക് പകരക്കാരനായി നിൽക്കുന്നവൻ കൂടി വേണം. ഞാനിപ്പോൾ എങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് പകരക്കാരനായി ഒരാൾ, ഈ കഥ മറക്കരുത് കേട്ടോ. കാരണം ഈ പകരക്കാരൻ എന്ന് പറഞ്ഞ ഗ്രാമറിൽ വലിയ പോയിൻ്റാണ്. എനിക്കൊരു പകരക്കാരൻ വേണം അമ്മേ. ഓക്കെ. അമ്മ മനസ്സിലാക്കി. നൗണ് പറയാതെ തന്നെ അമ്മ അതിനെ മനസ്സിലാക്കിയത്. പിന്നെ നൗൺ പറഞ്ഞു കൊടുത്തു. കാരണം നൗണ് കുറച്ച് ദുർഭാഷയുള്ള കൂടുതലാണ്. നമുക്ക് ഭാവിയിൽ അറിയാം നൗണ് ദുർഭാഷ നോക്കിയെന്നുള്ളത്. ഓക്കെ. എന്തായാലും നൗണിൻ്റെ ആഗ്രഹപ്രകാരം അമ്മ ദൈവത്തിന് മുമ്പിൽ കൈനീട്ടി. ദൈവം രണ്ടാമതും കൊടുത്തു. അതൊരു ആൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞിന് എന്ത് പേരിടും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അമ്മ അടിപൊളി പേരിനെ കൊടുത്തു. മൂത്തവൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി രണ്ടാമത്തെ മകൻ്റെ പേര് പ്രോനൗൺ. കണ്ടോ, പ്രോനൗൺ. അപ്പം നിങ്ങൾ പറയാം, സാറേ ഇപ്പോൾ മൊബൈല് iPhone 16 ഇറങ്ങി, ഇനി അടുത്തത് പ്രോ ആണ് ഇറങ്ങാൻ പോകേണ്ടത്, അങ്ങനെ പറഞ്ഞതല്ലേ സാറ് പ്രോ എന്നുള്ളത്. ഈ മൊബൈലൊക്കെ ഇറങ്ങേണ്ട മുമ്പേനുണ്ട് പ്രോനൗണ് ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ആ പ്രോ അല്ല ഈ പ്രോ അല്ല ആ പ്രോ എന്ന് മനസ്സിലായിക്കോളൂ. അപ്പോൾ എന്തായാലും പ്രോനൗണ് പകരക്കാരനാണ്. ഇവർ രണ്ടാളും ഇങ്ങനെ കളിച്ച് വളരുകയാണ്. അപ്പോഴും മൂത്തവൻ്റെ ഈ കടിഞ്ഞൂൽ സന്താനം എന്ന് പറയും, അത് അത്തരം സന്താനങ്ങൾക്ക് അമ്മയുടെ മനസ്സിൽ ഭയങ്കര സ്വാധീനമാണ് ഈ കാരണം. ഈ സ്വാധീനം പലപ്പോഴും അവർ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താറുമുണ്ട് അല്ലേ. മൂത്ത മകനോട് ഉമ്മാക്ക് സ്നേഹം കൂടും എന്ന് പറയുന്ന പോലെ. ഓക്കെ. എന്തായാലും നൗണിൻ്റെ മൂന്നാമത്തെ പരാതിയും അമ്മ കേട്ടു. അമ്മേ, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ, എന്നെക്കുറിച്ച് ഞാൻ ആരാണ്, ആരെ മകനാണ്, എൻ്റെ ക്വാളിറ്റി എന്താണ്, എൻ്റെ കഴിവ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. എനിക്കൊരു ബ്ലാക്ക് കാറ്റിനെ വേണം. ഈ ബ്ലാക്ക് കാറ്റ് പറഞ്ഞ കരിമ്പൂച്ചല്ല ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ. എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നിന്നാളെ മോനാണ്, എന്നെ കഴിവുള്ള ആളെന്ന് പരിചയം കൊടുക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ കാര്യം മനസ്സിലായി. അങ്ങനെ അമ്മ മൂന്നാമതും കൈനീട്ടി. ദൈവം വാരിക്കോരി കൊടുത്തു. എന്ന് പറയുമ്പോൾ ഒരുപാട് മക്കളൊന്നുമില്ല, ഇരട്ടകളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഇരട്ടകൾ വരാൻ പോകുന്നുണ്ട്. അതെന്തായാലും അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ മൂന്നാമതായിട്ട് ജന്മം കൊടുത്ത ആൺകുട്ടിയായിരുന്നു. ആ ആൺകുട്ടിൻ്റെ പേരാണ് അജറ്റീവ്. ADJECTIVE, അജറ്റീവ്. ഓക്കെ. 3 ആൺമക്കൾ, നൗണ്, പ്രോനൗണ്, അജറ്റീവ്. ഈ അജറ്റീവിൻ്റെ ജന്മോദ്ദേശം എന്തായിരുന്നു? നൗണിൻ്റെ ഗുണഗണദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ കഥൻ്റെ ഭാഗം മറക്കരുത്. ഇത് നിങ്ങൾ ജീവിതകാലം മറന്നു പോകരുത്. കാരണം അജറ്റീവിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ കൂടിയാണ് ഗ്രാമറിക്കലി പറഞ്ഞ കാര്യം. നൗണിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ ദോഷങ്ങളെക്കുറിച്ചോ കഴിവുകളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് അജറ്റീവിനുണ്ടായിരുന്നത്. അങ്ങനെ 3 മക്കൾ അങ്ങനെ വളർന്നു. ആമ്പിള്ളേരാണ്. ഈ ആമ്പിള്ളേരെ കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലേ? ഭക്ഷണം ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് സമയമാണ്ട് മുമ്പേ അത് തിന്ന് തീർക്കുക എന്നല്ലാതെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് ഫുള്ളായി പറയാൻ വയ്യെങ്കിലും പലപ്പോഴും നിങ്ങളൊക്കെ അനുഭവം അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സ്വന്തം വീട്ടിലൊന്നും അടുക്കള പണി ചെയ്യാൻ നിങ്ങളെ കല്യാണം കഴിയേണ്ട മുമ്പ് നിങ്ങളെ ബ്രദറൊന്നും വരില്ലായിരുന്നു. വരുമോ? ഒരിക്കലുമില്ല. ഓക്കെ. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യാൻ, അമ്മയെ സഹായിക്കാൻ ഈ 3 മക്കൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പോരാട്ടം തന്നെയാണ്. നല്ല പോരാട്ടം അല്ലേ? സ്ട്രഗിളാണ്. അമ്മയെ സഹായിക്കാൻ ഒരു പെൺതരി വേണം. പെൺതരിയല്ല, പെൺകുട്ടി വേണം. ഇത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. ദൈവത്തോട് അവർ കേണപേക്ഷിച്ചു. ദൈവം കൊടുത്തു. പെൺകുട്ടിയാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആള് കാന്താരി മുളകാണ്. മനസ്സിലായോ? സ്വഭാവം കൊണ്ട് കാന്താരി മുളകാണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആള് പല സമയത്തും പല കോലത്തിലാണ്. രാവിലെ ആളെ മെൻറ്റാലിറ്റി ഒരു മോഡലാണ് ഈ കാര്യം. ഉച്ചയാകുമ്പോൾ മെൻറ്റാലിറ്റി പിന്നെയും മാറും, വൈകുന്നേരം പിന്നെയും മാറും, രാത്രി പാടേ മാറും. ഇതിനൊക്കെ ഒരു പേരുണ്ട്. V1, V2, V3, V4 എന്നൊക്കെ പറഞ്ഞ പേരുമുണ്ട്. നമുക്കെന്തായാലും ആളെ സ്വഭാവം വഴിയെ പഠിക്കാം. എന്തായാലും വലിയ പ്രശ്നക്കാരത്തിയാണ് കേട്ടോ. ഈ
കാന്താരി മുളക് നിങ്ങൾ പച്ച കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതാണ് ആരും കഴിക്കണ്ട. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആകേണ്ടി വരും. കഴിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കും പസഫിക്കും ഒരുമിച്ച് കാണും. ഞാൻ ചീന പറങ്കി മുളക് കഴിച്ചിട്ടേ ഉള്ളൂ. ടൈറ്റാനിക് വരെ കണ്ടക്കണം. ജാക്കിനി റോസിനെയും കണ്ടില്ലെങ്കിലും ഈ അറ്റ്ലാന്റിക്കിൻ്റെ അടിഭാഗത്ത് അന്ത്യവിഷമം കൊള്ളുന്ന എരിഞ്ഞിട്ടേ അങ്ങനത്തെ എരിവാണ്. കഴിച്ചോണ്ടി കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിച്ചു കാണാൻ എനിക്കിട്ട് പാരക്കരുത്. കഴിക്കാൻ കഴിയുന്നവർ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവള് വേബ്, ഇവിടെ പേരാണ് വേബ്. നാലാമത്തെ മോള് പെൺകുട്ടിയാണ് വേബ്. പക്ഷേ അവളും ഒരു മനുഷ്യജനമാണ് അല്ലേ? ഈ ലൈഫ് ഓഫ് ഐസൊലേഷൻ അവൾക്കും ഉണ്ടാവും. കാരണം ഇവൾക്കിപ്പോൾ നിങ്ങളെ ആങ്ങളാരെ കൂടെ പോയി കളിച്ചിരുന്നോ കുട്ടിക്കാലത്ത്? ഇല്ല. ഒരു പരിധി വിട്ടുള്ള കളിയൊന്നും ഉണ്ടായിട്ടില്ല റിയലി. അപ്പോൾ എല്ലാം മറന്ന് കളിക്കണമെങ്കിൽ നമുക്കൊരു അനിയത്തി വേണം അല്ലേ? എന്തായാലും നമ്മളൊക്കെ അനിയത്തിമാരായി ജനിച്ച പെൺകുട്ടികളെ കഷ്ടകാലം അത്രയും സഹിച്ചിട്ടുണ്ടാവും ആ പാവങ്ങൾ. നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് അവർക്ക് അല്പമെങ്കിലും സമാധാനം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അല്ലേ? സംഭവം ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഓക്കെ. എന്തായാലും ഈ വേബ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അവൾക്ക് കൂടെ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാൻ ഒരാളില്ല. അപ്പോൾ നമുക്ക് അനിയത്തിയോട് പറയുന്ന പോലെ എല്ലാ കാര്യവും പിന്നെ അമ്മയോട് പറയാൻ കഴിയുമോ? ഇല്ല അല്ലേ? കാരണം അവിടെയൊക്കെ ഓരോ അതിർവരമ്പുകളുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനിയത്തി വേണമെന്ന് വെർബ് ആഗ്രഹിച്ചത് ഈ അമ്മ ഒരു ഒടുക്കത്തെ അമ്മയാണ് കേട്ടോ. കാരണം കുട്ടികളെ മനസ്സൊക്കെ അറിയും. ഇത് അമ്മക്ക് മനസ്സിലായി. അമ്മ ദൈവത്തിന് മുമ്പിൽ കൈനീട്ടി. കഥയിൽ ഒരുപാട് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ കഥ വേഗം തീർക്കുകയാണ്. ദൈവം കൊടുത്തു. അഞ്ചാമത്തും പെൺകുട്ടിയായിരുന്നു. അഞ്ചാമത്തും പെൺകുട്ടിയാണ്. അവളെ പേരാണ് ആഡ് വേർബ്. എന്താണ് ആഡ് വേർബ്? മനസ്സിലായല്ലോ. അപ്പോൾ ശരിക്ക് ഈ കുടുംബത്തിൽ 5 മക്കളാണ്. നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, 3 ആൺപിള്ളേര്. വേർബ് ആഡ് വേർബ്. ഇനി ആഡ് വേർബിൻ്റെ ജന്മോദ്ദേശം എന്തായിരുന്നു? വേർബിൻ്റെ കൂടെ നിൽക്കുക, വേർബിൻ്റെ കാര്യങ്ങൾ വേർബ് ഷെയർ ചെയ്യുന്ന കേൾക്കുക, വേർബിനെ വിശേഷിപ്പിക്കുക, വെർബിൻ്റെ ഗുണഗണ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വെർബിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആഡ് വെർബിൻ്റെ ജന്മോദ്ദേശം. ഈ അവസാനം പറഞ്ഞ കാര്യം തീരെ മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, യെസ്. പക്ഷേ ആ കുടുംബത്തിൽ വഴക്ക് സ്ഥിരമായി. ആൺപിള്ളേർ ഒരു ഗ്രൂപ്പും പെൺപിള്ളേർ ഒരു ഗ്രൂപ്പും. ഒന്ന് കാന്താരി മുളകാണെങ്കിൽ മറ്റേത് ചീരാപറങ്കി മുളകാണ്. മനസ്സിലായില്ലേ? വേർബ് കാന്താരി മുളകും പിന്നെ ആഡ് വെർബ് ചീനാപ്പറങ്കി മുളകുമാണ്. രണ്ടും വായിലിട്ടാൽ മതി, അറിയാൻ പറ്റും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. എന്തായാലും ഇവരുമുള്ള വഴക്ക് സർവ്വസാധാരണമായി. ഈ പെൺമക്കളെ ജന്മോദ്ദേശം അമ്മയെ സഹായിക്കുക എന്നുള്ളതാണെങ്കിൽ അമ്മ ചെയ്യുന്ന വർക്കുകൾ അമ്മക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു, അതുപോലെയുള്ള വർക്കുകൾ, ഈ കാര്യം മറക്കരുത്. അമ്മ ചെയ്യുന്ന വർക്കുകൾ അമ്മക്ക് വേണ്ടി ഇവർ ചെയ്തു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് 2 മക്കളും ജന്മം എടുത്തത്. പക്ഷേ ഇവർ പലപ്പോഴും ആൺപിള്ളേരെ കൂടെ കളിക്കാൻ പോവും. പിന്നെ ഭയങ്കര ഷണ്ടയാണ്, വഴക്കാണ്, തമ്മിലടിയാണ്. ഇവരും കുറഞ്ഞു കൊടുക്കൂല. എണ്ണത്തിൽ കുറവാണെങ്കിലും സ്വഭാവത്തിൽ കുറവില്ല, കുറഞ്ഞു കൊടുക്കൂല. അമ്മക്ക് വഴക്ക് തീർക്കുന്നത് ഒരു വലിയ സ്ഥാരാബ്ദം അതായിട്ട് മാറി. വലിയ ബുദ്ധിമുട്ടായി അമ്മക്ക്. അമ്മ ഇങ്ങനെയൊക്കെ അമ്മക്കറിയാം. ദൈവത്തിന് മുമ്പിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അമ്മ ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പി ദൈവത്തോട് തൻ്റെ മനസ്സുരുകി അവർ പ്രാർത്ഥിച്ചു, പറഞ്ഞു ദൈവത്തോട് കാര്യങ്ങൾ. ഇപ്രാവശ്യം ദൈവം അറിഞ്ഞു കൊടുത്തു. ഇരട്ടകളായിരുന്നു. വഴക്ക് തീർക്കുക. ഈ കുടുംബത്തിലെ ഈ 5 മക്കൾ തമ്മിലുള്ള വഴക്ക് തീർത്തുകൊണ്ട് അവരെ കൂട്ടി യോജിപ്പിച്ച്, ഈ കാര്യം മറക്കരുത്, അവരെ കൂട്ടി യോജിപ്പിച്ച് പോവുക എന്നുള്ളതാണ് ഈ ഇരട്ടകളായിട്ടുള്ള മക്കളെ ധർമ്മം. ആ ഇരട്ടയിൽ മൂത്ത കുട്ടി പിന്നെ അവനാണ് പ്രിപ്പസിഷൻ. അവൻ്റെ പേരാണ് പ്രിപ്പസിഷൻ. ഇനി രണ്ടാമത്തെ മകനാണ് കൺജങ്ഷൻ. ശ്രദ്ധിക്കുക, കൺജങ്ഷൻ, പ്രിപ്പസിഷൻ ആൻഡ് കൺജങ്ഷൻ.
6ാമത്തെ മകൻ്റെ പേരാണ് പ്രിപ്പൊസിഷൻ, 7ാമത്തെ മകൻ്റെ പേരാണ് കൺജങ്ഷൻ. ഇടയ്ക്ക് കഥയിൽ നിന്ന് ഞാൻ ബ്രേക്ക് ചെയ്യണം. എല്ലാവരും 1 മിനിറ്റ് കണ്ണൊന്ന് അടച്ച് പിടിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ കഥ ഒന്ന് ഓർക്കുക. 7 മക്കളെ പേരും ഓർഡർ പ്രകാരം അങ്ങോട്ട് പോരണം, കാണാതെ അങ്ങോട്ട് പോരണം. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ 7 പേരും ടൈപ്പ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് വിട്ടുകൂടി. ഞാൻ എന്തായാലും ഒരു 5-6 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ 7 പേരുകളും എനിക്കുണ്ട് അയച്ചെന്നോളി കേട്ടോ. എല്ലാവരും ആരും പിന്മാറി നിൽക്കരുത്. ആദ്യം 1 മിനിറ്റ് കണ്ണടച്ച് പിടിക്കുക. 7 മക്കളെയും പേര് നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പൊസിഷൻ ആൻഡ് കൺജങ്ഷൻ. നിങ്ങളിനി പേര് എഴുതുമ്പോൾ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് വന്നാലും ഞാനത് പ്രശ്നമാക്കൂല, ഞാൻ എടുത്ത് പറയൂല, കളിയാക്കൂല കേട്ടോ. അതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏകദേശം ആ പേരായി കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ കണ്ണടച്ച് പിടിച്ചോളൂ, തുടങ്ങിക്കോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏഴ് മക്കളെ പേരോർക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് ആൻഡ് സെവൻത്ത്. ഓർത്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുക, എനിക്ക് അയക്കാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാം. എല്ലാവരും ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കണം, ഒരാളും മാറരുത്. അല്ല, ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയോ ക്ലാസ്സിൽ നിന്ന്? വർക്ക് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയോ സംശയം. ഇപ്പോൾ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞേക്കണം. ഇപ്പോൾ 30 ആയി, 40 മേലെ എത്തിയെന്ന്, 30 കുറഞ്ഞേക്കണം. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചോളി. മറ്റു പിന്നെ 6-7 ആളായി. ഇനിയും കുറേ പേരുണ്ട്. പിന്നെ വരട്ടെ. ഇപ്പോൾ പകുതി ആളുകളായി തുടങ്ങി, ഇനിയും പകുതി ആൾ കൂടി ഉണ്ട്. വേഗം വരട്ടെ. യെസ്, കുറച്ചും കൂടി ആളുണ്ട്. 2-3 പേര് കൂടി ബാക്കിയുണ്ട്. വേഗം. ഓക്കെ, തൽക്കാലം ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം 1 മിനിറ്റ് സമയം ആയി കഴിഞ്ഞു. ഇനി ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പോൾ നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പൊസിഷൻ ആൻഡ് കൺജങ്ഷൻ. 7 മക്കളായി. ഇപ്പോൾ കുടുംബത്തിൽ വഴക്കില്ല. വഴക്കുണ്ടാവുമ്പോഴൊക്കെ തന്നെ പ്രിപ്പൊസിഷനും കൺജങ്ഷനും അത് തീർത്ത് ആ മക്കളെ കൂട്ടിയോജിപ്പിക്കും. ഈ പദം മറക്കരുത്. പ്രിപ്പൊസിഷനും കൺജങ്ഷനും മക്കളെ കൂട്ടിയോജിപ്പിക്കും. കുടുംബ സന്തോഷത്തിൽ ആറാടി. അമ്മക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഈ സന്തോഷവും എന്താ പറയുക, ഈ പരമാനന്ദം അതൊക്കെ പ്രകടിപ്പിക്കാൻ അമ്മക്ക് കഴിയുന്നില്ല. നമ്മളെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അല്ലേ. പെട്ടെന്ന് തന്നെ നമ്മൾ കല്യാണം കഴിയേണ്ട മുമ്പൊക്കെ ഉപ്പ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഉപ്പ എയർപോർട്ടിൽ നിന്ന് കാറ് വിളിച്ചിക്കാണ്ട് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ കാറ് വന്ന് കണ്ട് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉപ്പ വരേണ്ടത് കണ്ടത്. പിന്നെ 2 കൈയും കുടഞ്ഞുകാണ്ട് നേരെ പോർച്ചിലേക്കൊരു ചാട്ടാണ്. പിന്നെ ഉമ്മാനെ വിളിക്കുന്നുണ്ടാവുമ്പോൾ സൗണ്ട് പുറത്തേക്ക് വരില്ല. കാരണം അമിതമായ ആനന്ദം വന്നു കഴിഞ്ഞാൽ നാവിന് വണ്ണം കൂടും. പിന്നെ പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല. അമിതമായ പേടി വന്നാലും അങ്ങനെ തന്നെയാണ് അല്ലേ. അതേപോലെ ഇവിടെ അമ്മക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അമ്മ ആഗ്രഹിച്ചു സന്തോഷവും, ഈ അമിതമായ സന്തോഷവും പരമാനന്ദമൊക്കെ പ്രകടിപ്പിക്കാൻ അവസാനമായി ഒരു മകൻ കൂടി വേണം, ഒരു ആൺകുട്ടി.
ഇതോടുകൂടി നിർത്താം എന്ന് അമ്മയും തീരുമാനിച്ചു. ഓക്കെ, എന്തായാലും അങ്ങനെ അമ്മ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി. ദൈവം അവസാനമായി ഒരു ആൺ തരിയെ കൂടി കൊടുത്തു. അവൻ്റെ പേരാണ് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം, ആശ്ചര്യം, ഇതൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതാണ് ഇൻ്റർജെക്ഷനായിട്ട് വരുന്നത് കേട്ടോ. ഗ്രാമറിൽ ഞാൻ കഥൻ്റെ കൂടെ ഗ്രാമർ കൂടി പറഞ്ഞതാണ് അവസാനത്തത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 മക്കളും ഇമ്പോർട്ടൻ്റ് ആണ്. 8 മക്കൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ മക്കളെയും കുറിച്ച് കൂടുതൽ അടുത്തറിയേണ്ടതുണ്ട്. അതുവഴി നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിലേക്ക് പയ്യെ പ്രവേശിക്കണം. അത് പ്രവേശിക്കുന്നത് കൂടി ടെക്സ്റ്റ് ബുക്കും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് സ്പോക്കണ് വേണ്ട കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെറിയ വിഷമമുണ്ടായി എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ക്ലാസ്സിൽ ഒരു 10-16 പേര് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്ത് പോയിക്കണം. അപ്പോൾ ആ ഒരു സ്വഭാവം നല്ലതല്ല. നമ്മളൊക്കെ ടീച്ചർമാരാവാൻ പോകുന്ന ആൾക്കാരല്ലേ കേട്ടോ. പരമാവധി ക്ലാസ്സിൽ ആക്റ്റീവായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. അത് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആദ്യം സിറ്റുവേഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഗ്രാമർ സ്റ്റോറികളും വരും. കാരണം രണ്ടും നമ്മളെ സംബന്ധിച്ച് മസ്റ്റാണ്. മറിച്ചൊരു നോർമൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്ക് സിറ്റുവേഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ടീച്ചർമാരാണ്, നിങ്ങൾക്ക് ഈ സാധനമൊക്കെ ഈ പറഞ്ഞ സംഭവമൊക്കെ അറിയണം. എന്നാലേ നിങ്ങൾക്ക് ലൈഫിൽ കുട്ടികളെ മുമ്പിൽ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. എൻ്റെ സൗണ്ട് വയ്ക്കണം കേട്ടോ. സോ നമ്മൾ ഇന്ന് ഇത്ര പോരെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഓരോരുത്തർ ലീവ് ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് സ്വീറ്റ് ഡ്രീംസ്. Thank you, sir.